സേഫ് ആണ്, നിങ്ങൾ പോയി വാക്സിൻ എടുത്തോളൂ പറഞ്ഞു. വാക്സിൻ എടുത്തിട്ട് വിത്തിൻ ഡേയ്സ് ഷീ സഫേർഡ് ആൻഡ് ഡൈഡ്. 2-ാം തീയതി രാവിലെ മോള് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് വെച്ചാൽ +1 പഠിക്കുന്നതായിരുന്നു. മരിക്കുന്നത് 2021 നവംബർ 6-നാണ്. അതായത് വാക്സിൻ കൊടുത്തിട്ട് ഏകദേശം 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് മരിച്ചുപോയി. കമ്പൽസറി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാക്സിൻ എടുത്തത്, ഇല്ലെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു. വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്കും മനസ്സിലായില്ല. കാരണം അതിനു മുമ്പായിട്ട് ഒരു മരണം പോലും ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇതിന്റെ വളരെ ഒരു ദുഃഖകരമായ ഇൻഫർമേഷൻ എന്താണ് പറഞ്ഞാൽ, ലോകം മുഴുവൻ 15 രാജ്യങ്ങളിൽ മാർച്ച് ഏപ്രിൽ 2021 ഈ കോവിഷീൽഡ്, അത് പുറദേശങ്ങളിൽ അറിയപ്പെടുന്നത് അസ്ട്രാസെനക്ക എന്ന പേരിലും വാക്സ്റവിയ എന്ന പേരിലും ഒക്കെയാണ്. ആ വാക്സിന്റെ കാരണം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് 15 രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് മാർച്ച് ആൻഡ് ഏപ്രിൽ 2021 സസ്പെൻഡ് ചെയ്യുകയും പല കൺട്രീസിൽ ഏജ് ലിമിറ്റ് ചെയ്യുകയും ചെയ്തു. ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ UK ഫോർ എക്സാമ്പിൾ ഏപ്രിലിൽ അവർ പറഞ്ഞു 30 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇത് കൊടുക്കരുത്, ഡേഞ്ചറസ് ആണ് പറഞ്ഞിട്ട്. പിന്നെ അവർ ആ ലിമിറ്റിനെ 45 ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. പക്ഷേ ദുഃഖകരമായിട്ട് ഇന്ത്യയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ന്യൂസ് ഒന്നും പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു പ്രോഗ്രാം. ഏപ്രിലിലാണ് നമ്മൾ വന്ന് 45+ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ മെയ്യിൽ വന്നിട്ട് അവർ 18+ എക്സ്പാൻഡ് ചെയ്തു. ഞങ്ങൾ വിഡ്ഢികളെ പോലെ TV-യിലൊക്കെ വന്നിട്ട് എല്ലാവരും എടുക്കൂ, ഇത് സേഫാണ്, നമ്മൾ സുരക്ഷിതയ്ക്കാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാ വാക്സിൻ കിട്ടാൻ തെരഞ്ഞു നടന്നു എന്നല്ലാണ്ട് ഇതിന്റെ സത്യാവസ്ഥ കാണാനും ഇതിന്റെ എന്താ ശരിയാണോ തെറ്റുണ്ടാവുമോ എന്ന് നോക്കാനൊന്നും മെനക്കെട്ടില്ല. അതൊരു വലിയ കുറ്റബോധമാണ് ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്. അത് ഞാൻ മരിക്കോളം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു സ്ഥിതി ആർക്കും വരാൻ പാടില്ല. ഇതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയണം. ബിക്കോസ് ഇത് അവർ നിർത്തിയിട്ടൊന്നുമില്ല, ഇതുപോലെ പിന്നെയും വരുന്നുണ്ട്. ഈ പറയുന്നത് ഒരു വികാരപരമായിട്ട് പറയുന്നൊന്നുമല്ല. ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുമാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാണ്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒത്തുകൂടി ഇത് പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ സംഭവിച്ചത് ലോകത്ത് അറിയണം ആൾക്കാർ. കാരണം എല്ലാം ഒറ്റപ്പെട്ട ന്യൂസായി അവിടെ കിടക്കുമ്പോൾ ആൾക്കാർക്ക് ആർക്കും അറിയുന്നില്ല അങ്ങനെ സംഭവങ്ങൾ സംഭവിക്കുന്നുള്ളത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണിത്. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. കോടതിയിൽ നിന്ന് പോലും ഈ കേസുകൾ ശരിയായ രീതിയിൽ ജഡ്ജിമാർ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായൊരു കാര്യം. എന്താണ് ഇതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്ന് എനിക്കറിയില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരു കോടതിയിലും നമ്മൾ കേസ് കൃത്യമായ രീതിയിൽ പോകുന്നില്ല. അവരിങ്ങനെ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. കേസുകൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് വാക്കുകളില്ല. പക്ഷെ ഞങ്ങളുടെ നഷ്ടം ഞങ്ങൾക്കൊരിക്കലും നികത്താൻ പറ്റത്തില്ല. എത്ര പറഞ്ഞാലും പ്രത്യേകിച്ച് ഈ മരണങ്ങളിൽ ഏറ്റവും നഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങളുടെ ഏക മകളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രസ് മീറ്റിംഗിൽ ഇരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റൊരു കാര്യം ഉദ്ദേശിച്ചല്ല. കാരണം ഗവൺമെൻറ്റൊക്കെ പല വാക്സിനുകളൊക്കെ ഇറക്കും. ആ സമയത്തെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ജനങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങളുടെ നഷ്ടം ഒരിക്കലും മറ്റൊരാളോട് പറഞ്ഞാൽ അത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. സേഫ് ആണ്, നിങ്ങൾ പോയി വാക്സിൻ എടുത്തോളൂ പറഞ്ഞു. വാക്സിൻ എടുത്തിട്ട് വിത്തിൻ ഡേയ്സ് ഷീ സഫേർഡ് ആൻഡ് ഡൈഡ്. 2-ാം തീയതി രാവിലെ മോള് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് വെച്ചാൽ +1 പഠിക്കുന്നതായിരുന്നു. മരിക്കുന്നത് 2021 നവംബർ 6-നാണ്. അതായത് വാക്സിൻ കൊടുത്തിട്ട് ഏകദേശം 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് മരിച്ചുപോയി. കമ്പൽസറി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാക്സിൻ എടുത്തത്, ഇല്ലെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു. വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്കും മനസ്സിലായില്ല. കാരണം അതിനു മുമ്പായിട്ട് ഒരു മരണം പോലും ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇതിന്റെ വളരെ ഒരു ദുഃഖകരമായ ഇൻഫർമേഷൻ എന്താണ് പറഞ്ഞാൽ, ലോകം മുഴുവൻ 15 രാജ്യങ്ങളിൽ മാർച്ച് ഏപ്രിൽ 2021 ഈ കോവിഷീൽഡ്, അത് പുറദേശങ്ങളിൽ അറിയപ്പെടുന്നത് അസ്ട്രാസെനക്ക എന്ന പേരിലും വാക്സ്റവിയ എന്ന പേരിലും ഒക്കെയാണ്.
ആ വാക്സിൻ്റെ കാരണം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് 15 രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് മാർച്ച് ആൻഡ് ഏപ്രിൽ 2021 സസ്പെൻഡ് ചെയ്യുകയും പല കൺട്രീസിൽ ഏജ് ലിമിറ്റ് ചെയ്യുകയും ചെയ്തു. ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ UK ഫോർ എക്സാമ്പിൾ ഏപ്രിലിൽ അവർ പറഞ്ഞു 30 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇത് കൊടുക്കരുത്, ഡേഞ്ചറസ് ആണ് പറഞ്ഞിട്ട്. പിന്നെ അവർ ആ ലിമിറ്റിനെ 45 ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. പക്ഷേ ദുഃഖകരമായിട്ട് ഇന്ത്യയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ന്യൂസ് ഒന്നും പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു പ്രോഗ്രാം. ഏപ്രിലിലാണ് നമ്മൾ വന്ന് 45+ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ മെയ്യിൽ വന്നിട്ട് അവർ 18+ എക്സ്പാൻഡ് ചെയ്തു. ഞങ്ങൾ വിഡ്ഢികളെ പോലെ ടി വിയിലൊക്കെ വന്നിട്ട് എല്ലാവരും എടുക്കൂ, ഇത് സേഫാണ്, നമ്മൾ സുരക്ഷിതയ്ക്കാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാ വാക്സിൻ കിട്ടാൻ തെരഞ്ഞു നടന്നു എന്നല്ലാണ്ട് ഇതിന്റെ സത്യാവസ്ഥ കാണാനും ഇതിന്റെ എന്താ ശരിയാണോ തെറ്റുണ്ടാവുമോ എന്ന് നോക്കാനൊന്നും മെനക്കെട്ടില്ല. അതൊരു വലിയ കുറ്റബോധമാണ് ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്. അത് ഞാൻ മരിക്കോളം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥിതി ആർക്കും വരാൻ പാടില്ല. ഇതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയണം. ബിക്കോസ് ഇത് അവർ നിർത്തിയിട്ടൊന്നുമില്ല, ഇതുപോലെ പിന്നെയും വരുന്നുണ്ട്. ഈ പറയുന്നത് ഒരു വികാരപരമായിട്ട് പറയുന്നൊന്നുമല്ല. ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുമാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാണ്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒത്തുകൂടി ഇത് പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ സംഭവിച്ചത് ലോകത്ത് അറിയണം ആൾക്കാർ. കാരണം എല്ലാം ഒറ്റപ്പെട്ട ന്യൂസായി അവിടെ കിടക്കുമ്പോൾ ആൾക്കാർക്ക് ആർക്കും അറിയുന്നില്ല അങ്ങനെ സംഭവങ്ങൾ സംഭവിക്കേണ്ടെന്നുള്ളത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണിത്. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. കോടതിയിൽ നിന്ന് പോലും ഈ കേസുകൾ ശരിയായ രീതിയിൽ ജഡ്ജിമാർ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായൊരു കാര്യം. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്ന് എനിക്കറിയില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരു കോടതിയിലും നമ്മൾ കേസ് കൃത്യമായ രീതിയിൽ പോകുന്നില്ല. അവരിങ്ങനെ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. കേസുകൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് വാക്കുകളില്ല. പക്ഷെ ഞങ്ങളുടെ നഷ്ടം ഞങ്ങൾക്കൊരിക്കലും നികത്താൻ പറ്റത്തില്ല. എത്ര പറഞ്ഞാലും പ്രത്യേകിച്ച് ഈ മരണങ്ങളിൽ ഏറ്റവും നഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങളുടെ ഏക മകളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിന് ഇരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റൊരു കാര്യം ഉദ്ദേശിച്ചല്ല. കാരണം ഗവൺമെൻറ്റൊക്കെ പല വാക്സിനുകളൊക്കെ ഇറക്കും. ആ സമയത്തെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ജനങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങളുടെ നഷ്ടം ഒരിക്കലും മറ്റൊരാളോട് പറഞ്ഞാൽ അത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ്.